വൈപ്പിൻ അഗ്നിരക്ഷാനിലയത്തിലേക്ക് പുതുതായി ലഭിച്ച മൾട്ടി യൂട്ടിലിറ്റി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് വൈപ്പിൻ MLA ടോണി ചമ്മണി നിർവഹിച്ചു. വൈപ്പിൻ പ്രദേശത്ത് വൈപ്പിൻ അഗ്നിരക്ഷാ നിലയത്തിനൊരു മൾട്ടിപർപ്പസ് വാഹനം ലഭിച്ചിരിക്കുകയാണ്. ഈ വാഹനം ലഭിക്കുമ്പോൾ ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ സന്തോഷമുണ്ടെങ്കിലും ഈ വാഹനത്തിന് ഉപയോഗം അധികം ഉണ്ടാകരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ വാഹനത്തിന് ഉപയോഗം പലപ്പോഴും നമ്മുടെ നാട്ടിൽ അത്യാഹിതങ്ങൾ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത്യാഹിതങ്ങൾ ഉണ്ടാകരുത് എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ അത്യാഹിതം ഉണ്ടാകുമ്പോൾ നമുക്ക് ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകണം. പലപ്പോഴും അപകടത്തിൽ വരുന്നവരെ ആധുനിക സംവിധാനങ്ങളില്ലാത്തതിൻ്റെ അപര്യാപ്തതയുടെ പേരിൽ പലപ്പോഴും കാഷ്വാലിറ്റീസ് വർദ്ധിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഈ പ്രദേശം ഇതിൻ്റെ ഒരു സവിശേഷത, ഏറെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് വൈപ്പിൻ. മാത്രമല്ല ഇതൊരു ദ്വീപ് സമൂഹമാണ്. ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ മറ്റ് അത്യാഹിതങ്ങൾ വരുമ്പോൾ എറണാകുളം മെയിൻലാൻഡിൽ നിന്നുള്ള സൗകര്യങ്ങളാണ് പലപ്പോഴും ആശ്രയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാര്യങ്ങളിലും അത്യാഹിതങ്ങൾ നേരിടുന്ന കാര്യങ്ങളിലും നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കണം, കൂടുതൽ സൗകര്യങ്ങൾ വരാൻ സാധിക്കേണ്ടത്. ഈ വാഹനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷ പ്രദാനം ചെയ്യും. അത്യാഹിതം വന്നാൽ അത്യാഹിതത്തിൽ നിന്നും രക്ഷിക്കാനാവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്നത് ഏറെ ആശ്വാസകരമാണ്. ഇതിനു വേണ്ടി ശ്രമിച്ച മുഴുവൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഏറ്റവും അനുയോജ്യമായ നിലയിൽ ഈ പ്രദേശത്ത് ഇതിൻ്റെ വിനിയോഗം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ്, റീജിയണൽ ഫയർ ഓഫീസർ സുജിത് കുമാർ, ജില്ലാ ഫയർ ഓഫീസർ ജോഗി AS, സ്റ്റേഷൻ ഇൻചാർജ് അരുൺ ബാബു എന്നിവർ സംസാരിച്ചു. ഇതോടെ വാഹന പരിമിതി മൂലം വളഞ്ഞിരിക്കുന്ന വൈപ്പിലെ ഫയർ സ്റ്റേഷന് ചെറിയൊരു ആശ്വാസമാകും.